വിചാരിച്ച പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പണിയല്ല റൂം മേക്കോർന്ന് മനസ്സിലായി. എന്തായാലും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കർട്ടൻസ് സെറ്റ് ചെയ്യാം. സോ എന്റെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് തന്നെയായിരുന്നു ഞാൻ കർട്ടൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു പെയിൽ പേർപ്പിൾ കളർ വാങ്ങണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കളർ ഒഴിച്ച് ബാക്കി എല്ലാ കളറും ആ ഷോപ്പിലുണ്ടായിരുന്നു. പിന്നെ വേറെ ഷോപ്പിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കളക്ഷനുള്ള വേറെ ഷോപ്പൊന്നും എനിക്കറിയില്ല. അപ്പൊ പിന്നെ ഇവിടുന്ന് തന്നെ ഏതെങ്കിലും പ്ലെയിൻ കളർ കർട്ടൻസ് എടുത്തിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഡബിൾ ലെയർ ആയിട്ട് ഇടാനാണ്. അപ്പൊ നമുക്ക് രണ്ട് കളർ വേണമല്ലോ. ഒരെണ്ണം ലൈറ്റ് കളർ സെറ്റ് ആയിട്ടുണ്ട്, പിന്നെ വൈറ്റ് ആയിരുന്നു വേണ്ടത്. വൈറ്റ് കർട്ടൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പകരം വേറെ പണിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ കർട്ടൻ കിട്ടാത്ത കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് ഞാൻ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കർട്ടൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട ഐറ്റംസും അതുപോലെ ഫിറ്റ് ചെയ്യാൻ വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ സ്റ്റീൽ റോഡ്, പിന്നെ ഐലറ്റ്, പിന്നെ ഈ ഒരു സ്റ്റിഫ് പോലെ ഇരിക്കുന്ന സംഭവം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അറ്റത്തിരുന്ന ഈ ഒരു സംഭവം, പിന്നെ ഈ ഡബിൾ ബ്രാക്കറ്റ്സ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കർട്ടൻ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ലൈറ്റ് ആണ്. പിന്നെ വൈറ്റ് കർട്ടൻ കിട്ടാത്ത കാരണം ഫാബ്രിക് എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതൊരു 20 മീറ്റർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കർട്ടൻ ഫിറ്റ് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ. അപ്പൊ എന്തായാലും സ്റ്റിച്ചിങ്ങും ഫിറ്റിംഗും ഒക്കെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം.